ദൈവിക സിദ്ധികളോ അത്ഭുത പ്രവൃത്തികളോ ഒന്നുമില്ലാതെ ദൈവപദവിയിലേക്കെത്തുക. ഇന്ത്യൻ സൈന്യത്തിലെ സിപായിയായിരുന്ന ഹർഭജൻ സിംഗ് ഇന്ന് ക്യാപ്റ്റൻ ഹർഭജൻ സിംഗ് ബാബ എന്ന ദൈവമാണ്. രാജ്യാതിർത്തി കാക്കുന്ന ദൈവം, ശത്രു സൈന്യത്തിൻ്റെ ആക്രമണമുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിവ് നൽകുന്ന ആപൽ ബാന്ധവൻ, കിഴക്കൻ സിക്കിമിലെ സൈനികരുടെ കാവൽ ദൈവം, ഇന്ത്യൻ സൈന്യത്തിന് മാത്രമല്ല ചൈനീസ് സൈനികരുടെയും കാണപ്പെട്ട ദൈവം. ഇൻഡോ ചൈന അതിർത്തിയിൽ കിഴക്കൻ സിക്കിമിൽ ഇന്ത്യയും ടിബറ്റ് സ്വയംഭരണ പ്രദേശവും അതിരിടുന്ന പഴയ സിൽക്ക് പാതയിലെ നാഥുല പാസിന് സമീപമാണ് ഹർഭജൻ സിംഗ് ബാബയുടെ ക്ഷേത്രം. അത്യുത്തരത്തിലെ ഹിമവൽ നെറുകയിൽ കേവലം ഒരു സൈനികനെ വിഗ്രഹമാക്കി ആരാധിക്കുന്ന അമ്പലം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും സൈന്യത്തിൽ സ്ഥാനമില്ല. എന്നാലും ഹർഭജൻ സിംഗ് ബാബ ഇന്ത്യൻ സൈന്യത്തിന് അന്ധവിശ്വാസമല്ല, വിശ്വാസ ദൈവമാണ്, അവരുടെ രക്ഷകനാണ്. ദൈവമായല്ല ഹർഭജൻ സിംഗ് ജനിച്ചത്. 1946 ഓഗസ്റ്റ് 30 പഞ്ചാബിലെ ഗജ്റാവാല ജില്ലയിലെ സദ്രാന എന്ന ചെറുഗ്രാമത്തിലെ ഒരു സാധാരണ സിഖ് കുടുംബത്തിൽ ജനനം. 1966 ഫെബ്രുവരി 9 23 പഞ്ചാബ് റെജിമെന്റിൽ സിപായിയായി ചേർന്നു. 3 വർഷത്തെ സേവനം പൂർത്തിയാക്കുന്നതിന് മുൻപ് അപകട മരണം. 1968 ഒക്ടോബർ 4 സിക്കിമിലെ തുക്ല സൈനികാസ്ഥാനത്ത് നിന്ന് മഞ്ഞുമൂടിയ ഹിമാലയ സാനുവിലെ ദുർഘടപാതയിലൂടെ ദെൻ ചുക്ലയിലേക്കുള്ള യാത്രാമധ്യേ മഞ്ഞുമലയുടെ ഗർത്തത്തിലേക്ക് വീണ് ഹർഭജനെ കാണാതായി. 3 ദിവസം സൈന്യം തിരച്ചിൽ നടത്തി. ഹർഭജൻ സിംഗിന്റെ ഭൗതികദേഹം കണ്ടെത്താനായില്ല. ഇനിയാണ് ഹർഭജന്റെ കഥയിലെ വഴിത്തിരിവ്. ഒരു സഹസൈനികന് സ്വപ്നദർശനത്തിലൂടെ ഹർഭജൻ സിംഗ് തന്റെ ഭൗതികദേഹം എവിടെ എന്ന് കാട്ടിക്കൊടുക്കുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടെ ഹർഭജൻ സിംഗിന്റെ സംസ്കാരവും മരണാനന്തര ചടങ്ങും. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹർഭജന്റെ ദിവ്യ സാന്നിധ്യം ഓരോ സൈനികനും അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. നാഥുലായിലെ സൈനികരുടെ രക്ഷാകർത്താവായി മരണശേഷം ഹർഭജൻ. കൃത്യനിർവഹണത്തിലും അച്ചടക്കത്തിലും കൃതകൃത്യത പുലർത്തിയിരുന്ന ഹർഭജൻ സിംഗ് അത് പാലിക്കാത്തവരെ ശാസിക്കാനും ശിക്ഷിക്കാനും തുടങ്ങി. യൂണിഫോം വെടിപ്പാക്കാതെയും ഷൂസ് പോളിഷ് ചെയ്യാതെയും കാവൽ നിൽക്കുന്നവർക്ക് രാത്രി ചെകിടത്ത് ചുട്ട അടി കിട്ടി. ഹർഭജൻ സിംഗിന്റെ മരണാനന്തരമുള്ള തല്ല്. ഹർഭജന്റെ ബങ്കറിൽ സഹപ്രവർത്തകർ മിനുക്കി വയ്ക്കുന്ന ബൂട്ട് രാവിലെ ചെളി പുരണ്ടിരിക്കുന്നതായും കിടക്കവിരി ചുളിഞ്ഞിരിക്കുന്നതായും സഹപ്രവർത്തകർ കണ്ടു. ഒരു സൈനികന് സ്വപ്നദർശനമുണ്ടായതോടെ ഹർഭജൻ സിംഗിനെ അമ്പലം പണിത് പ്രതിഷ്ഠിക്കാനും ആരാധിക്കാനും സൈന്യം തീരുമാനിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ഹർഭജൻ ഉപയോഗിച്ചിരുന്ന ബങ്കർ അതുപോലെ സംരക്ഷിച്ചു. നിത്യപൂജയും ആരാധനയും. ഇന്ത്യൻ സേന മാത്രമല്ല, ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും ബാബയെ ആരാധിക്കുന്നു. ഇരു സൈന്യങ്ങളും നടത്തുന്ന ഫ്ലാഗ് മീറ്റിൽ ചൈനീസ് സൈന്യം ബാബയ്ക്കായി ഒരിരിപ്പിടം ഇപ്പോഴും ഒഴിച്ചിടാറുണ്ട്. ഇന്ത്യൻ സൈന്യം ബാബയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി. ശമ്പളവും മറ്റാനുകൂല്യങ്ങളും വേറെ. 2005 സേവനം പൂർത്തിയാക്കി വിരമിക്കേണ്ട ബാബയ്ക്ക് 2006 വരെ കാലാവധി നീട്ടി നൽകി. ക്യാപ്റ്റൻ പദവിയിൽ ബാബ വിരമിച്ചു. ഇന്നും ഹർഭജൻ സിംഗ് ബാബ കർമ്മനിരതനാണെന്നും രാജ്യത്തെ രക്ഷിക്കുന്നുവെന്നും സൈനികർ കരുതുന്നു. ബാബയ്ക്കിന്നും വാർഷിക അവധിയും നാട്ടിൽ പോകാനുള്ള ടിക്കറ്റും റിസർവേഷനും നൽകുന്നു സൈന്യം. എല്ലാ വർഷവും സെപ്റ്റംബർ 11 സന്ത് ബാബ നാട്ടിൽ അവധിക്ക് പോകും. അലങ്കരിച്ച ജീപ്പിൽ മുൻ സീറ്റ് ബാബയ്ക്കായി ഒഴിച്ചിടുന്നു. അദ്ദേഹത്തിന്റെ പെട്ടിയും സാമഗ്രികളും സീറ്റിൽ വയ്ക്കും. 3 സൈനികർ അദ്ദേഹത്തെ അനുഗമിക്കും. അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരെ ജീപ്പ് പോകുന്ന വഴിയിലുടനീളം സൈനികർ ബാബയ്ക്ക് കാവലുണ്ടാകും. ന്യൂ ജൽപാഗുരി സ്റ്റേഷനിലെത്തിയാൽ ബാബയ്ക്ക് പഞ്ചാബിലെ കപൂർത്തലയ്ക്ക് ഒരു ബർത്ത് റിസർവ് ചെയ്തിട്ടുണ്ടാകും. ടിക്കറ്റും റെഡി. കപൂർത്തല വരെ ഈ ബർത്ത് ഒഴിച്ചിടുന്നു. കപൂർത്തലയിൽ ബാബയെ സ്വീകരിച്ച് തൻ്റെ ഗ്രാമമായ കുക്കയിലേക്ക് ജീപ്പിൽ കൊണ്ടുപോകുന്നു. അവിടെയാണ് ഇനി ബാബ അവധിക്കാലം ചെലവിടുന്നത്. അവധി കഴിഞ്ഞ് ബാബയെ ഇതേ നടപടിക്രമങ്ങളിലൂടെ തിരിച്ച് മന്ദിറിലെത്തിക്കുന്നു. പുതിയ ബാബ മന്ദിരത്തിന് 3 മുറികളുണ്ട്. കിടക്കമുറി, ഓഫീസ്, സ്റ്റോർ എന്നിങ്ങനെ.
ബാബ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൃത്യമായി സൂക്ഷിക്കുന്നു. യൂണിഫോം ഇസ്തിരിയിട്ടും ഷൂസ് പോളിഷ് ചെയ്തും രാത്രി ബാബ വന്ന് ഉറങ്ങി ചുളുങ്ങിപ്പോകുന്ന കിടക്കവിരി രാവിലെ വൃത്തിയായി വിരിച്ചും സൂക്ഷിക്കുന്നു. നൈവേദ്യമായി നൽകുന്ന ഭക്ഷണം ബാബ രാത്രി വന്ന് കഴിച്ച് ബാക്കി വയ്ക്കുന്നു എന്ന് സൈനികർ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ബാബ മന്ദിരത്തിൽ ദർശനത്തിനെത്തുന്നത്. അന്ധവിശ്വാസം രാജ്യസുരക്ഷാ തന്ത്രവുമായി സമരസപ്പെടുന്നതല്ല. പക്ഷേ ഹിമാലയത്തിൻ്റെ ഉത്തുംഗത്തിലെ ഭയാനകമായ ഏകാന്തതയിൽ, ചോര പോലും ഉറയുന്ന മഞ്ഞിൻ്റെ അഗാധ വിജനതയിൽ അതിർത്തി കാക്കുന്ന സൈനികർക്ക് ബാബ ഹർഭജൻ സിംഗ് നെഞ്ചിലെ നെരിപ്പോടാണ്, ഊന്നുവടിയാണ്, സർവോപരി വിളിപ്പുറത്തെ രക്ഷകനാണ്.